ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറയുന്നതിലെ മിഡിൽ ലെവൽ എക്സലൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് യൂസേഴ്സ് ഓഫ് ഇംഗ്ലീഷ് അല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ കേരളത്തിന് കിട്ടേണ്ടത് മുഴുവൻ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ചോദിച്ചാലേ കിട്ടുള്ളൂ. അപ്പോൾ ഈ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞ് നമ്മുടെ ഇവിടുന്ന് മിഡിൽ ലെവൽ പല ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അഡീഷണൽ ഡയറക്ടർ, ഞാൻ അകത്ത് പറയല്ല, ഡൽഹിയിലെ മീറ്റിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഇവർ എന്തോ പറയുന്നതെന്ന് ചെയർമാൻ അവസാനം ഞാനൊരു മീറ്റിങ്ങിൽ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് വന്ന അഡീഷണൽ ഡയറക്ടറോട് പറയുന്നത്, യു കാൻ മേക്ക് ഔട്ട് വാട്ട് യു ആർ സെയിങ്, വിൽ ഗിവ് എ പീസ് ഓഫ് പേപ്പർ, പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ. ആൻഡ് റെപ്രസെൻറ്റേഷണൽ സ്കിൽസ് ഇല്ല, അഡ്വക്കസി സ്കിൽസ് ഇല്ല. അപ്പോൾ ഇപ്പോൾ വന്ന് അവർ പറയും സെക്രട്ടറിയെങ്കിലും അയക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വി കാൺ, ഹിന്ദി ഇല്ലല്ലോ എന്തായാലും. അപ്പോൾ അതില്ല. രണ്ടാമത്തെ പ്രശ്നം ഹൈക്കോർട്ട്. ഗവൺമെൻറ് തിയേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഗവൺമെൻറ് തിയേറ്റർ ഈ പബ്ലിക് പെറ്റീഷൻസിന് നമുക്ക് മലയാളത്തിൽ ആൻസർ കൊടുക്കാം, നിയമസഭയിൽ മലയാളത്തിൽ ആൻസർ കൊടുക്കാം. ഹൈക്കോർട്ട് വിൽ ടേക്ക് ഇറ്റ് ഓൺലി ഇൻ ഇംഗ്ലീഷ്. അത് എഫക്റ്റീവ് അഫിഡവിറ്റ് ഫയൽ ചെയ്യത്തില്ല. ഇനി സുപ്രീം കോടതി സഡൻലി നോട്ട് ഗോയിങ് ടു ഹിയർ ഇൻ മലയാളം. ഗവൺമെൻറ്റിന് എന്ത് നേടിയെടുക്കണമെങ്കിൽ ഈ ലാംഗ്വേജിനകത്ത് ലോജിക്കലും അനാലിസിസിലും പിടിച്ചെങ്കിലേ ഉള്ളൂ. ആ സ്കിൽസ് വീക്കൻഡായി, യാതൊരു സംശയമില്ല അക്കാര്യത്തിൽ. ഇവർ PSC എഴുതിയാണല്ലോ വരണം, KS ആയാലും യുവർ സ്റ്റേറ്റ് സർവീസ്. ദ പോയിന്റ് ഈസ്, ഞാൻ അതിശയോക്തി പറയുമല്ല, ഒരു പേജ് ഓഫ് എറർ ഫ്രീ ഡ്രാഫ്റ്റ് ഇന്ന് കിട്ടത്തില്ല. അപ്പോൾ ഓൾ ഇമ്പോർട്ടൻറ്റ് കറസ്പോണ്ടൻറ്റ് സെക്രട്ടറി വിൽ ഹാവ് ടു എൻഗേജ് ഹിംസെൽഫ്, സ്റ്റാർട്ട് ഡിക്റ്റേറ്റിംഗ്. അപ്പോൾ ഈ ലെവൽ ഓഫ് സ്കില്ല് വെച്ചുകൊണ്ട് നമ്മളെ ആരും സീരിയസ് ആയിട്ട് എടുക്കില്ല. നിയമസഭയിലൊക്കെ മലയാളമൊക്കെ എഴുതി അത് മലയാളത്തിൽ നമുക്ക് കൈകാര്യം ചെയ്തുകൊണ്ട് പോകാം. പക്ഷേ ലാംഗ്വേജ് രണ്ടാമത്തേതാണ്, ഐ എം സോറി ടു സേ, ദ വെരി ഡെലിറ്റീരിയസ് ഇമ്പാക്റ്റ് ഓഫ് ദ യൂണിയൻസ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു സീറ്റിൽ ആര് വരണമെന്ന് തന്നെ യൂണിയൻ, ദിസ് ഈസ് നോട്ട്, ഇത് ഇന്ത്യയിൽ ഒരിടത്തും നടക്കില്ല. ഏത് അഡീഷണൽ സെക്രട്ടറി ഏത് സീറ്റിൽ പോകണമെന്ന് യൂണിയന് താല്പര്യം, അവരുടെ സബ്സ്ക്രിപ്ഷൻ, അവരുടെ ആക്ടിവിറ്റി, അത് ഇത് അൺനെസസറി. ഐ വാസ് സർപ്രൈസ്ഡ്. കാര്യം ഒരു അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ദിവസം ഞങ്ങൾക്ക് പ്ലാനിങ് സെക്ഷനിലെ ഒരു അസിസ്റ്റൻറ്റിനെ, ഐ ഗോട്ട് ആൻ ഓർഡർ സെയിങ് ദാറ്റ് ഷി വാസ് വൺ ഓഫ് ദ ബെറ്റർ അസിസ്റ്റൻസ്, എഞ്ചിനീയറിംഗ് ഡിഗ്രി ഒക്കെ ഉള്ളൊരു, അത്യാവശ്യം ഈ ഫിഗേഴ്സ് ഫാക്ട്സ്, പിന്നെ I got an order saying that, assistant so and so has been transferred and has been deputed to the service of UNERT. അപ്പോൾ ഞാൻ പവറിൽ നിന്ന് മാറി അഗ്രികൾച്ചറിൽ വന്നതുകൊണ്ട് ഐ നോ ദാറ്റ് ദർ ഇസ് നോ പോസ്റ്റ് ഓഫ് അസിസ്റ്റൻറ്റ് ഇൻ ദി UNERT. ഷി ഹാസ് ബീൻ ഷിഫ്റ്റഡ് ടു UNERT. അപ്പോൾ ഞാൻ UNERTൻ്റെ MD വിളിച്ച് ചോദിച്ചു, ഹാവ് യു ആസ്ക് ഫോർ ആൻ അസിസ്റ്റൻറ്റ്? അപ്പോൾ നിങ്ങൾക്ക് വേണേൽ മാർക്കറ്റിൽ നിന്ന് എടുക്കാമല്ലോ, UNERT ബീങ് എ ക്വാസി ഗവൺമെൻറ് ഏജൻസി. അപ്പോഴാണ് അതിൻ്റെ സ്റ്റോറി വരുന്നത്. 3 യൂണിയൻ കാര്യത്തികൾ വന്നിട്ട് ഈ കുട്ടിയെടുത്ത് പറഞ്ഞ് 500 രൂപ എടുക്കും, ഒരു പിന്നെ എന്തോ ഒരു പരിപാടി എടുത്ത എന്തോ ഓട്ടോ വെറൈറ്റീസ് തയ്യാറ്. അപ്പോൾ ഈ പെൺകുട്ടി പറയുന്നു, എൻ്റെ കയ്യിൽ ഇപ്പോൾ 500 ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു, അത് വേണ്ട, നീ അപ്പുറത്തിരിക്കുന്ന ആളുടെ നിന്ന് മേടിച്ച് 500 രൂപ ഇപ്പോൾ തന്നേക്ക്, ഞങ്ങൾക്ക് ഇനിയും കറങ്ങി വരാൻ പറ്റത്തില്ല. കുട്ടി പറയുന്നു, ഞാൻ കടം മേടിക്കില്ല, ഞാൻ തിങ്കളാഴ്ച തന്നേക്കാം. അത് ഒരു മുട കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പഠിപ്പിക്കും, പോസ്റ്റ് അടക്കം. I had to put a note up to the chief minister saying that this can't be done. You are pushing her somewhere where there is no post. ഇപ്പോൾ അവർ കേസിന് പോയാൽ ഈ ഡെപ്യൂട്ടേഷൻ ഓർഡർ നിന്ന് പോകും. Fortunately, I sent a note immediately to the secretary saying that, this is a height of, and maybe you don't know what is happening. I am summarizing what I have learned. അപ്പോൾ അദ്ദേഹം immediately stopped it. And he came along saying that work should not be interrupted. പക്ഷേ ഇത് എല്ലാ കേസിലും ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും, ഞാനീ പറയുന്നത്, ഈ യൂണിയൻസിന് കേന്ദ്ര ഫണ്ട് നേടിയെടുക്കുന്നതായിട്ട് വല്ല റെസ്പോൺസിബിലിറ്റി ഉണ്ടോ? ദേ ആർ ഹാർഡ്ലി ബോതേർഡ്. അവർ കസേര മന്തിക്ക് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പം ഞാൻ സെക്രട്ടറി മാത്രം ഇരുന്നാൽ പോരല്ലോ, ഈ കേസ് പ്രോസസ്സ് ചെയ്യുന്ന ബ്രാഞ്ചസിലുള്ളവർക്ക് ഇനഫ് സ്റ്റേ കിട്ടണ്ടേ? അൺലെസ് ദേ ഗെറ്റ് ടു സ്റ്റേ ഇൻ എ ഡിസിപ്ലിൻ, അവർ ആ പില്ലർ പഠിക്കത്തില്ല. ഇതെല്ലാം ഒന്ന് ശരിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ക്വൈറ്റ് എ ലോട്ട് ഓഫ് എഫേർട്ട്, ട്രെയിനിങ്, ലീഡർഷിപ്പ്. 80s-ലും 90s-ലും വന്ന ആളുകൾ ഈ ചട്ടത്തിൻ്റെ എല്ലാം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൊല്ലത്തിൽ കൂടുതൽ ചീഫ് സെക്രട്ടറി ആയിട്ടിരുന്ന ആളാണ് ഇന്നലെ പറഞ്ഞത്, 19(1) ഭരണഘടനയുടെ സംരക്ഷണമൊന്നും സിവിൽ സർവൻസിന് ലഭിക്കില്ല. ഇൻ മൈ ഒപ്പീനിയൻ ഹി ഷുഡ് ബി സെൻഡ് ബാക്ക് ടു ഇയർ 1 ഓഫ് ട്രെയിനിങ്. ബിക്കോസ് ദ ഫസ്റ്റ്, ദെൻ വാട്ട് ഡസ് ഹി അണ്ടർസ്റ്റാൻഡ് ബൈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? റൈറ്റ്സ് ഇൻഏലിയനബിൾ ടു എ സിറ്റിസൺ ആണ് അവിടെ വെച്ചേക്കുന്നത്. അതിൻ്റെ 2-ൽ തന്നെ പറയുന്നുണ്ട്, ഇൻ വാട്ട് സർക്കംസ്റ്റൻസ് യു ക്യാൻ, ഫോർ എക്സാമ്പിൾ, Indian Express will run its unedited, whatever, uncensored copy. But you are not free to write that vaccination is a dangerous idea. You can be prosecuted. You can't defame. That is there. അപ്പോൾ അതിനെല്ലാം സ്പെസിഫിക് സ്റ്റാറ്റ്യൂട്ട് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പരിധി വരുന്നത് ചെയ്യാനൊക്കത്തില്ല.
For example, if today the concerned officer said that I am being unfairly targeted by A, I would say that that statement will pass. Unfairly targeted by പണ്ട് ഞാൻ എഴുതിയത് the chief secretary's office did not fix my pay for 8 months. This reflects poorly on its efficiency എന്നാണ് എഴുതിയത്. എനിക്ക് കിട്ടി, പ്രോംപ്റ്റ് ആയിട്ട് ചാർജ് ഷീറ്റ് കിട്ടി. ഞാൻ പറഞ്ഞ മനസ്സിലായി, അത് ടോളറേറ്റ് ചെയ്തില്ല. പിന്നെ 2011 ഹൗ ഡെയർ യു ക്വസ്റ്റ്യൻ ദി, എന്നിട്ട് അതിനകത്ത് എഴുതി, എന്നിട്ട് ചാർജിൽ അത് പറഞ്ഞില്ല. പറഞ്ഞ് ഞാൻ IASന്റെ എഫിഷ്യൻസിയെ ക്വസ്റ്റ്യൻ ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ഞാൻ കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാൽ IASൽ ഒരുപാട് ഇൻഎഫിഷ്യൻ്റ് ആയ ആൾക്കാരുണ്ട്. എന്നിട്ട് എഴുതി ബീങ് എ മെമ്പർ ഓഫ് ദ സർവീസ് യു ക്രിട്ടിസൈസ്ഡ് ഇറ്റ്. അന്ന് ചാർജ് വളരെ രസമായിരുന്നു. Being a member of the service you criticized it. Yes, there is no bar on me criticizing the service I belong to. ഇങ്ങനെയൊക്കെയായിരുന്നു അതിൻ്റെ ആൻസർ. ജനറേഷണൽ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു സ്വഭാവം പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞില്ല. പ്രശാന്തനെ പോലെയുള്ള ആളുകൾ സ്ലൈറ്റസ്റ്റ് പ്രൊവോക്കേഷനിൽ ഫേസ്ബുക്കിൽ കയറി ഡിഫമേറ്റ് സാധനം. ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു ബാലൻസ് നിങ്ങളാണോ, നിങ്ങളുടെ ഈ മിഡ് ലെവലിലുള്ള ഓഫീസേഴ്സ്? ഇതൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് കൺട്രോളൊക്കെ വിട്ടുപോകാം ചിലപ്പോൾ. ഹ്യൂമൻ ബീങ് സംടൈംസ് ഞാൻ ഒച്ചയെടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പം ഓവർ ദ ഇയേഴ്സ് യു ഗെറ്റ് ടു know what will pass, what will not pass, what will pass, what will not pass. So that point you send to temper yourself. അത്രേ ഉള്ളൂ. ഇത് പരിചയത്തിൽ നിന്ന് വരുന്നു. ഹോർമോൺസ് ഒക്കെ ദേഹത്ത് കുറഞ്ഞു വരും. നര കൂടുമ്പം ഹോർമോൺസ് കുറയുന്നതാണ് അർത്ഥം. you tend to become more aware about the dangers. സർവീസിൽ ഇൻഎഫിഷ്യൻ്റ് ആയ കുറേ ഓഫീസേഴ്സ് ഉണ്ടാവും ഇപ്പോൾ പറഞ്ഞു. അത് പലപ്പോഴും നമുക്കും തോന്നാറുണ്ട്, ഇയാളൊക്കെ എങ്ങനെ സർവീസിൽ കയറിയെന്ന് പലരെയും ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. ആക്ച്വലി എങ്ങനെയാണ് ഒരു മിനിമം എഫിഷ്യൻസി ഇല്ലാത്തവർ എങ്ങനെയാണ് ഈ സർവീസിൽ കയറുന്നത്? ഞാനങ്ങനെ ഒരു ആരെയും എഴുതിത്തള്ളി പറയുമല്ല. പക്ഷേ എവറി സെലക്ഷൻ പ്രോസസ് ഹാസ് ഇറ്റ്സ് ഓൺ pitfalls, the black zones which people might actually get through. After at the end of the day, ഇതെന്താണ് 10 written paper, 10 written questions and answers, like let us say 20 to 25 pages of handwritten answers, എന്നല്ലേ ഇപ്പോഴും ഇവാലുവേറ്റ് ചെയ്യുന്നത്. Somebody might do on the day, and somebody may be good with domains. I've seen so many technocrats very good with their vertical, their pillar, very good, but very poor on the legal side. For example, ഈ മറ്റേ സൈഡിനെ കേൾക്കണം എന്നുള്ളത് പോലും അവർക്ക് മനസ്സിലാവില്ല. That I should hear the other side. അതൊന്നുമില്ല. അത് ഈ ടെക്നോക്രാറ്റ്സിൻ്റെ ഇടയിലും അക്കാഡമിക്സിൻ്റെ ഇടയിലും ഈ സ്വഭാവമുണ്ട്. ദേ ആർ ലൈക്ക് ഒരു തരം സാർസ് ആണ്. ഈ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, IASനകത്താണ് ഏറ്റവും വലിയ senior junior discretion എന്ന്. Only if you handle a large university you will understand how disempowered as an assistant professor is with the director of the center. And ഞാൻ അവരെ കുറ്റം പറയുമല്ല, because they come off the learning instructional hierarchy, many of them are very poor with administration also. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ബ്രണ്ട് അവർ ഈ അപ്കമേഴ്സിൻ്റെ തലയ്ക്ക് തീർക്കും. ഐ വുഡ് റാദർ സേ, ഞാൻ ഒരു കാര്യം പറയാം, ഞങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് പേര് ഹാർഷായിരിക്കാം, പക്ഷേ ഞാനൊരു കാര്യം പറയാം. ആസ് എ ഗ്രൂപ്പ്, നൗ നോയിങ് മോർ ദാൻ 100 ഓഫീസേഴ്സ്, അറ്റ്ലീസ്റ്റ് 20-30 വെരി സോഷ്യലി, ഞാൻ പറയും നിങ്ങളൊരു യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേഷനിൽ കയറി കഴിഞ്ഞാൽ കിട്ടുന്ന ഫ്ലെക്സിബിലിറ്റിയേക്കാൾ വളരെ ഫ്ലെക്സിബിളാണ് സർവീസിലുള്ള ആൾക്കാർ. കാരണം അവരുടെ പരിചയം എന്ന് പറയുന്നത് തന്നെ ഈ ഡൈവേഴ്സ് ഒബ്ജക്റ്റീവ്സ് വെട്ടുകുതിർ ചെയ്യുന്നതായതുകൊണ്ട് അവർ അനുരഞ്ജനക്കാരാണ് കൂടുതലും. അതാണ് അതിനകത്ത് വരുന്നത്. ഈ if you take these issues to some of the judges, for example, അവർക്ക് ഒറ്റ വാക്കേ ഉള്ളൂ. അതിനകത്ത് പിന്നെ ഒരു നെഗോസിയേഷൻ സ്പേസും കിട്ടൂല. അത് വേറൊരു ഗ്രൂപ്പിന് അവരെ വെച്ച് നോക്കിയാലേ അറിയാവത്തുള്ളൂ. IAS അസോസിയേഷൻ ഇപ്പം താങ്കൾ 2013 ഏപ്രിൽ 24 താങ്കൾ തന്നെ കേരള ഹോമിൽ അന്ന് മോഡി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ശിവഗിരി മോഡി വന്നാലെന്ത് ലേഖനം എഴുതി ഉമ്മൻചാണ്ടി സർക്കാർ താങ്കൾക്കെതിരെ അതാ ഞാൻ പറഞ്ഞ സുപ്രീം കോടതിയിൽ പോയാൽ നിന്നത് അവസാനം. അത് ഈ ആ ഒരു സംഭവം താങ്കൾക്ക് ഒരു വല്ലാത്ത പ്രതിച്ഛായ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് പേര് കൺസേൺഡ് ആയിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ലേഖനം എഴുതുന്നതിലേക്ക് ഉണ്ടായത്? അല്ല, ഞാൻ ആ മീറ്റിങ്ങിന് പോയിരുന്നു. ഞാനന്ന് പോയപ്പോൾ ഒരു ബഹിഷ്കാരം അവിടെ നടക്കുകയായിരുന്നു. ദറ്റ് ഐ തിങ്ക് ഹി വാസ് ശിവഗിരിയിൽ വെച്ചൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഐ വാസ് എ ഗസ്റ്റ്. അപ്പോൾ അത് ധർമ്മമീമാംസാ പരിഷത്ത്, അവിടുത്തെ ഒരു ആനുവൽ ഇതാണ്. എന്നെ ചിലപ്പോൾ വിളിക്കാറുണ്ട്. അപ്പോൾ ഞാനവിടെ പോയിരുന്നു. അപ്പോൾ ദാറ്റ് ഡേ ദേ ടോൾഡ് us that since so and so is coming now nobody else is participating. So I thought that was very odd. And I said that what if he comes? അത് പറഞ്ഞു. അതിവിടെ ഇറ്റ് വാസ് നോട്ട് ലൈക്ഡ്. സത്യം പറഞ്ഞാൽ അതിനകത്ത് അന്ന് ഐ ഡോണ്ട് തിങ്ക് ദറ്റ് ദി ഉമ്മൻചാണ്ടി സാറോ
I don't think that any of them were interested. But a certain individual again in government was very interested. Very interested. അപ്പോൾ അതിൽ ഫയർ ഓഫ് ചെയ്യാൻ തുടങ്ങി. സോ ആ കേസാണ് that matter is whether the vice, I was then sitting vice chancellor, so I took it to the Supreme Court. എനിക്കിവിടെ റിലീഫ് കിട്ടിയില്ല. ഇവിടെ ഇവർ ഈ ഹൈക്കോർട്ട് അത് കുഴപ്പി വിട്ട് said that you are free to. സോ അവിടെ എനിക്ക് ചാർജ് ഷീറ്റ് അയച്ചത് ഗവൺമെൻറ് ആണ്. They said that you made this speech, that is this is that, usual എല്ലാം പറഞ്ഞു. So when I went to the Supreme Court on SLP, the CAT was in my favor for several, almost a year they stayed. That memo of charges itself was stayed. പക്ഷേ ഒരു സ്റ്റേജിൽ വന്നപ്പോൾ the CAT relented. ഞാനതിൽ കമൻറ്റ് ചെയ്യുന്നില്ല. I did not get relief from High Court, so I moved up to Supreme Court. ജസ്റ്റിസ് ചെലമേശ്വറാണ് അത് കേട്ടത്. അപ്പം തുടക്കത്തിൽ തന്നെ അവർ പറഞ്ഞു ഹീസ് എ മെമ്പർ ഓഫ് ദ സർവീസ് വിത്ത് ഗവൺമെൻറ്, സോ ഗവൺമെൻറ് ക്യാൻ ചാർജ് ഷീറ്റും. അപ്പം വിശ്വനാഥൻ സാറാണ് പിന്നെ വാദിച്ചത്. ഈസ് നൗ എ ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട്. അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല, ദിസ് ക്വസ്റ്റ്യൻ വിൽ ഡിസൈഡ് വെദർ എ വൈസ് ചാൻസലർ ക്യാൻ ഹാവ് ഹിസ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് ഹിസ് ഫ്രീഡം അവേ ഫ്രം ഗവൺമെൻറ്. സോ ദ പേഴ്സൺ ഈസ് വൈസ് ചാൻസലർ. ഹി ഹാസ് മെയ്ഡ് എ സ്റ്റേറ്റ്മെൻറ്റ്, വി അഡ്മിറ്റ് ദാറ്റ്, ക്യാൻ ദ ഗവൺമെൻറ് കം ആൻഡ് ബ്രിഡിൽ ഹിം. അത് ചെലമേശ്വർ അട്രാക്റ്റഡ് ആയി. ആൻഡ് അന്ന് രണ്ടാമത്തെ ജഡ്ജിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. ബട്ട് ദേ എൻറ്റേർഡ് ഇൻ ടു 15-minute കോൺവെർസേഷൻ. അഡ്മിഷനിൽ 1 മിനിറ്റ് കൊണ്ട് ടക്ക് ഇപ്പുറത്തോട്ട് എറിയുന്നതാണ്. 15 മിനിറ്റോളം അവർ അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ്സ് കേട്ടതിന് ശേഷം അവർ പറഞ്ഞ മാറ്റർ ഇൻവോൾവ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യൻ, സോ വി വുഡ് ലൈക്ക് ടു ടേക്ക് ഇറ്റ് അപ്പോൺ ഹിയറിംഗ്. എന്നിട്ട് ഈ ഹൈക്കോടതി ജഡ്ജ്മെൻറ്റ് അങ്ങ് വെക്കേറ്റ് ചെയ്തു. They stayed the charge sheet, the proceedings of the government. They vacated this thing and granted special leave. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ കണ്ടു, ഇതിങ്ങനെ വേണമെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞ നിങ്ങൾ എൻ്റെ പ്രശ്നമല്ലല്ലോ, ഇത് ഞാനാണല്ലോ ചെയ്തതാണോ, അതായില്ലായി. അപ്പം ഞാൻ പറഞ്ഞു എന്താ പിൻവലിച്ച്, എന്താ വന്ന് ഒരുപോലെ ചെയ്ത് പറഞ്ഞു, അദ്ദേഹം അത് പിൻവലിച്ചു. അങ്ങനെയൊക്കെ പോയി. സ്റ്റെപ്പ് എടുക്കുന്നവര് കേരളത്തിലെ ഒരു ആദ്യത്തെ സിവിൽ സർവന്റ് ആയിരിക്കും. അത് ഞാൻ ചോദിക്കുന്ന അങ്ങനെ അത് പറയാൻ മോഡി 2002 ഒരു ഗുജറാത്ത് റൈറ്റ്സിന്റെ ഇതിൽ വളരെ നിൽക്കുന്ന ഒരു സമയമാണ്. അത് പറയാൻ തക്കോണമുള്ള ഒരു പ്രകോപനം എന്തായിരുന്നു? He was not convicted by a court at that point of time. See, if you get into these sort of embargoes, പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, മോദി ഓർ നോട്ട് മോദി, he has become the prime minister. Another person will come tomorrow. I came from Vajpayee was prime minister. Then came Manmohan I, Manmohan II. Then came Modi. Tomorrow another person would come. The whole question is that I am only holding the standard. You become convicted, I would say that I am with you in ordering a sort of having a, but can I ഇവിടെ ഇതേ പ്രശ്നം തന്നെയാണ്. I am bringing a charge sheet and pronouncing judgment the same day. അത് ശരിയല്ലെന്നേ പറയുന്നുള്ളൂ. സോ പിന്നെ എന്ത് സംഭവിച്ചു? ഇത് തമാശ എന്തെന്നറിയാമോ? അന്ന് എനിക്ക് ആ ആർട്ടിക്കിൾ, ഐ ഡോണ്ട് സേ ഇറ്റ് വാസ് എ വെരി ഗുഡ് ആർട്ടിക്കിൾ ടു റൈറ്റ്. അത് എഗെയിൻ എനിക്കത് മണ്ടത്തിനെ പറ്റി 1-2 സെൻറ്റൻസ് എൻ്റെ ഇത് പോയി അതിനകത്ത്. അതുകൊണ്ടാണ് അത് കിട്ടിയത്. ആ ചാർജ് ഷീറ്റിൻ്റെ പിന്നിൽ ഉത്സാഹിച്ച 2 വ്യക്തികളെങ്കിലും ഇന്ന് സ്റ്റേറ്റ് BJPയിൽ ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അവർ മോദി പക്ഷവും ഞാൻ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥനുമായിട്ട് തുടർന്നു. അല്ല, എനിക്ക് തോന്നാറുണ്ട് ഇവർ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് കാണിക്കണം. അവർ എന്നെ പിടിക്കാൻ നടന്നവരൊക്കെയാ പിന്നെ BJP ചേർന്നത്, including the person who made the intelligence report, who signed off that article saying that this should be acted upon എന്ന് റെക്കമെൻഡ് ചെയ്ത ആള് ഇപ്പൊ എന്താണ് എനിക്കറിയാൻ പാടില്ല, BJP, VHP, അയ്യപ്പ സേവാ സംഘമായിട്ട് നടക്കുകയാണ് കേരളത്തിൽ. ഞാൻ കാണാറുമുണ്ട്, ചിരിക്കാറുണ്ട്. ഇക്കാര്യം ഞാൻ പറയാറുമില്ല. പുള്ളിക്ക് അറിയില്ല ഞാൻ ആ റിപ്പോർട്ട് എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട് കോപ്പി.